മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. മിശിഹായ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഡിവൈൻ ഗുഡ്നസ് ടി വിയുടെ പ്രഭാത വിരുന്ന് എന്ന പ്രോഗ്രാമിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ നടന്നു പോകുന്ന ഈ ചാനലും അതുപോലെ ഈ പ്രോഗ്രാം, പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രഭാത വിരുന്ന് എന്ന പ്രോഗ്രാം, ആ പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, നമ്മെ സഹായിക്കുന്നുണ്ട്. തീർച്ചയായും അമ്മയുടെ മാധ്യസ്ഥം വ്യാഴ്ച നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് ചൊല്ലണമേ. ആമേ. ഇന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നതും പ്രത്യേകിച്ച് ഈ ദിവസം മുഴുവനും നിയോഗമായിട്ട് നാം കാണേണ്ടത് കർത്താവിനെ തേടുന്നവരെ കുറിച്ചാണ്. കർത്താവിൻ്റെ ശിഷ്യരായി തീരണമെന്ന് ആഗ്രഹിക്കുന്നവർ, കർത്താവിനെ അനുഗമിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവർ എങ്ങനെ ആയിരിക്കണം? പലരും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ വ്യക്തികളെയും ചില സമൂഹങ്ങൾ പോലും ആഗ്രഹിക്കുന്നുണ്ട്. യേശുവിനെ സ്വീകരിക്കണം, യേശുവിൻ്റെ പിന്നാലെ പോകണം, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിത്തീരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ ആഗ്രഹമുള്ള എല്ലാവരെയും നമുക്കിന്ന് സമർപ്പിക്കാം. ഏതെങ്കിലും വ്യക്തികൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെയും നമുക്ക് സമർപ്പിക്കാം. അതായിരിക്കും നമ്മുടെ ഇന്നത്തെ നിയോഗം. ആ വ്യക്തികളെയും സമൂഹത്തെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം ശ്രവിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശു ഇന്ന് നമ്മോട് സംസാരിക്കുമ്പോൾ, ഇന്ന് ഈ പ്രഭാതത്തിൽ സംസാരിക്കുമ്പോൾ എത്രമാത്രം ശക്തമായിട്ട് നാം ശ്രദ്ധയോടെ വചനത്തെ കാണണം, കേൾക്കണം, അനുഭവിക്കണം. വചനം അനുഭവിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൃപ ഉണ്ടാവുന്നത്. ഈ പ്രഭാതത്തിൽ മാത്രമല്ല, ഈ ദിവസം മുഴുവനും അനുഗ്രഹത്തിൻ്റെ നിറവുണ്ടാകാൻ നമുക്ക് വചനം ശ്രവിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം അധ്യായം 6 തിരുവചനം 41 മുതൽ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുത്തു. അവർ പറഞ്ഞു, ഇവൻ ജോസഫിൻ്റെ മകനായ യേശുവല്ലേ? ഇവൻ്റെ പിതാവിനെയും മാതാവിനെയും നമുക്ക് അറിഞ്ഞുകൂടെ? പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നുവെന്ന് ഇവൻ പറയുന്നത്? യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കിലേക്ക് വരുന്നു. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം. ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ.
സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവ് തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്, ഞാൻ ജീവൻ്റെ അപ്പമാണ് എന്ന്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ് ഞാനാണ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവൻ. 6 പ്രാവശ്യത്തോളം എടുത്തെടുത്ത് പറയുന്ന വചനമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ. താൻ വിശുദ്ധ കുർബാന അല്ലെ ബലി അർപ്പണം നടത്തുന്നതിനെക്കുറിച്ചുള്ള ഒരു മുന്നോടിയായിട്ട് തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞ വചനമാണ്. ആ വചനത്തിലേക്ക് അല്ല നാം ഇന്ന് കടന്നു പോവുക. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഈശോ ഒരു കാര്യം അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. എന്നെ അയച്ച പിതാവിനാൽ ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരുവാൻ സാധിക്കുകയില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരുവാൻ സാധിക്കുകയില്ല. ഇപ്പം പിതാവിനാൽ ആകർഷിക്കപ്പെടുന്ന വ്യക്തികൾക്ക് മാത്രമേ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ സാധിക്കൂ, കർത്താവിനെ അനുഗമിക്കാൻ സാധിക്കൂ. നാം പറയും, വളരെയധികം പേര് ആഗ്രഹിക്കുന്നുണ്ട് യേശുവിനെ അനുഗമിക്കാൻ, യേശുവിൻ്റെ കൂടെ നടക്കാൻ, യേശുവിൻ്റെ വചനം കേൾക്കാൻ, യേശുവിൻ്റെ വചനം പഠിക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ. ഇതെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലർക്കും അത് സാധിക്കുന്നില്ല. എന്തിനു പറയുന്നു? ക്രിസ്ത്യാനി ആയ വ്യക്തിക്ക് പോലും സാധിക്കാത്ത അവസരങ്ങളുണ്ട്. എന്തുകൊണ്ടാണ്? അതിന് കാരണം മറ്റൊന്നുമല്ല, പിതാവിനാൽ നാം ആകർഷിക്കപ്പെടണം. അതെങ്ങനെയാണ് പിതാവിനാൽ ആകർഷിക്കപ്പെടുന്നത്? വചനം വീണ്ടും നമ്മോട് പറയുന്നുണ്ട് അതെങ്ങനെയാണെന്ന്. അതായത് യോഹന്നാൻ 6:46 പറയുകയാണ്, പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. അപ്പോൾ ഈ കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു വരണമെങ്കിൽ പിതാവിൽ നിന്ന് ശ്രവിക്കണം, പഠിക്കണം. അവരാണ് യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നത്. യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരണമെങ്കിൽ പിതാവിനെ പഠിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഈശോ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുക. പിതാവിനെ കാണിച്ചു തന്ന ഈശോയെ. പലപ്പോഴും നമുക്ക് ഒരു സംശയമുണ്ടാകും, എന്താണ് ഈശോ ഇങ്ങനെ പറയുന്നത്? അതായത് പിതാവിൽ നിന്ന് ശ്രവിക്കണം, പഠിക്കണം, അപ്പോഴാണ് യേശുവിൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കുക. ഇത് നമ്മൾ വിചാരിക്കുന്നത് എന്താണ് യേശു ഇങ്ങനെ പറയുന്നത്? അതെ, പിതാവിനെ പഠിക്കുക എന്ന് പറഞ്ഞാൽ വചനം പഠിക്കണം. വചനം പഠിക്കുക എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞ വചനം എന്താണ്? പിതാവായ ദൈവത്തിൽ നിന്ന് വന്ന വചനം. യേശുവാണ് വചനം, പിതാവായ ദൈവത്തിൽ നിന്ന് വന്നവനാണ്. അതാണ് നമ്മൾ ആ ത്രിത്വൈക ദൈവത്തെക്കുറിച്ച് വ്യക്തമായ ഒരു വ്യക്തത ഉണ്ടാകണം. പിതാവ് പുത്രനെ അയക്കുന്നു. പുത്രൻ വെളിപ്പെടുത്തപ്പെടുന്നത് എപ്പോഴാണ്? പരിശുദ്ധാത്മാവ് വരുമ്പോൾ. അപ്പോൾ പിതാവിനെയും പുത്രനെയും നമുക്ക് വ്യക്തമായിട്ട് വെളിപ്പെടുത്തപ്പെടുന്നത് പരിശുദ്ധാത്മാവിലൂടെ. ആത്മാവ് കടന്നു വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കെല്ലാം വ്യക്തത ഉണ്ടാവും, എല്ലാം വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് ഈശോ പറയുന്നില്ലേ? അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മോട് പറയുന്നൊരു കാര്യം എന്താണ്? നിങ്ങൾ വചനം അനുസരിക്കണമെങ്കിൽ പിതാവിനാൽ ആകർഷിക്കപ്പെടണം. വചനം വായിച്ചാണ് നാം പിതാവിനാൽ ആകർഷിക്കപ്പെടുന്നത്. പിതാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനത്തിലൂടെ കടന്നു പോയേ പറ്റൂ. അപ്പോൾ അനുദിന ജീവിതത്തിൽ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ പിതാവായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു, പുത്രനായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു, പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഇവർ 3 പേരും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിൽ നമ്മുടെ ജീവിതം ആയിത്തീരുന്നത്. അപ്പോഴാണ് നമുക്ക് പറയാൻ സാധിക്കുക, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന്. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതം മഹത്വപൂർണ്ണമായി തീരണമെങ്കിൽ, ധന്യതയിലേക്ക് നയിക്കപ്പെടണമെങ്കിൽ ഈ പിതാവിനാൽ ആകർഷിക്കാൻ നാം വചനത്തിലൂടെ കടന്നു പോയേ പറ്റൂ. വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ പഠിക്കും.
നാം ക്രിസ്തു ആരാണെന്ന് പഠിക്കും, പിതാവായ ദൈവം ആരാണെന്ന് പഠിക്കും, പരിശുദ്ധാത്മാവായ ദൈവം ആരാണെന്ന് പഠിക്കും. പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ നമുക്ക് യേശു പറഞ്ഞു തന്ന വചനങ്ങൾ അത് പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കും. ഈ പ്രഭാതത്തിൽ എന്തുകൊണ്ടാണ് നാം ഇത് ചിന്തിക്കേണ്ടത്? കാരണം യേശുവിനെ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാകുന്നത്, സന്തോഷമുണ്ടാകുന്നത്, സംതൃപ്തമാകുന്നത്, സമാധാനമുണ്ടാകുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നാം നിറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയാനായിട്ട് എനിക്ക് സാധിക്കണമെങ്കിൽ ഈ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് ഞാൻ കടന്നു വരണം. പ്രിയമുള്ളവരെ, ഈ ആഴമാണ് വചനത്തിൻ്റെ ആഴമെന്ന് പറയുന്നത്. ഈ ആഴമാണ് യേശുവിനെ പ്രാപിക്കുക എന്ന് പറയുന്നത്. യേശുവിനെ സ്വീകരിക്കുക, അപ്പമായി സ്വീകരിക്കുക കർത്താവിൻ്റെ ബലിയിലൂടെ. അപ്പോൾ അനുദിന ജീവിതത്തിലെ ബലിയിലൂടെ, അനുദിന ജീവിതത്തിലെ വചനത്തിലൂടെ നമ്മെ ആകർഷിക്കുന്നത് പിതാവായ ദൈവമാണ്. ആകർഷിക്കുന്ന പിതാവായ ദൈവത്തിലേക്ക് നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനം ഉണ്ടാകുന്നത്. അതിനെന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ, ഈ പിറുപിറുക്കുന്നവർ തടസ്സമുള്ളവരാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊന്നും സ്വീകരിക്കാനോ ആ സന്തോഷത്തിലേക്ക് നുകരാനോ ആ സന്തോഷത്തിൽ വളരാനോ സാധിക്കാത്തവരാണ്. അതൊരു കൂട്ടായ്മയുടെ സന്തോഷമാണ്, ഒരു സമൂഹത്തിൻ്റെ സന്തോഷമാണ്, ഒരു വ്യക്തിയുടെ തന്നെ ഒരു സന്തോഷമല്ല. ഒരു വ്യക്തിക്ക് തന്നെ ഇരുന്ന് സന്തോഷിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ തന്നെ ഇരുന്ന് ചിരിക്കുകയോ അല്ലെ തന്നെ ഇരുന്ന് എന്തെങ്കിലും ചെയ്ത് എന്താ പറയുക, അവനെന്തോ കുഴപ്പമുണ്ടെന്നല്ലേ പറയാറ്, അവനെന്തോ കുഴപ്പമുണ്ട്. അപ്പോൾ സമൂഹത്തിലായിരിക്കുക, നമ്മുടെ കുടുംബത്തിലായിരിക്കുക, സമൂഹത്തിലായിരിക്കുക, ഒന്നായി ചേർന്ന് പിതാവായ ദൈവത്തോട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എങ്ങനെ ഒന്നായി ചേർന്ന് അവർ നമുക്ക് സമാധാനം നൽകുന്നുവോ ആ സമാധാനത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കട്ടെ. അതിനായി ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കൃപാവരത്താൽ നിറയണമെങ്കിൽ വചനത്തിൽ വളരാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. നമുക്ക് പിതാവിൽ നിന്ന് പഠിക്കാം, പിതാവിൽ നിന്ന് ശ്രവിക്കാം. അങ്ങനെ യേശുവിനോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മുന്തിരിച്ചെടി ശാഖ എങ്ങനെയാണോ മുന്തിരിച്ചോട് ചേർന്ന് നിൽക്കുന്നത്, അതുപോലെ തായ്തന്നോട് ചേർന്ന് നിൽക്കാൻ നാം ആകുന്ന ശാഖകൾ തായ്തന്നോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്, വചനം ശ്രവിക്കുമ്പോഴാണ് യേശുവിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുക. വചനം ശ്രവിച്ച് പഠിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് തായ്തന്നോട് ചേർന്ന് നിൽക്കുന്ന ശാഖയായി നമുക്കും ആയിത്തീരാൻ സാധിക്കുക. അങ്ങനെ ആ ജീവജലത്തിലൂടെ നാമും യേശുവിൻ്റെ വ്യക്തിത്വത്തിന് ഉടമകളായിത്തീരുന്നു. യേശുവിനോട് ചേർന്ന് നിൽക്കുന്നു. ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായി ആണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നു. അങ്ങനെ പറയാൻ മാത്രമല്ല, പ്രവർത്തിക്കാനും മറ്റുള്ളവരെയും പിതാവിനാൽ ആകർഷിക്കപ്പെടാൻ അവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ത്രിത്വൈക ദൈവമേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ യേശുവിൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കുകയില്ലെന്ന് യേശു തന്നെ നമ്മോട് വചനത്തിലൂടെ പറഞ്ഞു. അതിന് സാധിക്കണമെങ്കിൽ നാം മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണം. ആകർഷിക്കപ്പെടാനായിട്ട്, ആകർഷിക്കപ്പെട്ടവരായിട്ടുള്ള എല്ലാ വിശുദ്ധരോടും നമുക്ക് പ്രാർത്ഥിക്കാം, മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. നിങ്ങൾ രണ്ടുപേരും പിതാവായ ദൈവത്താൽ ആകർഷിക്കപ്പെട്ടവരാണ്, ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്നവരാണ്. നിങ്ങളുടെ മാധ്യസ്ഥമാണ് ഞങ്ങളെ കൂടുതൽ നയിക്കുക. പ്രത്യേകിച്ച് പിതാവായ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, പുത്രനായ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, പരിശുദ്ധാത്മാവായ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങളെ സഹായിക്കുക. മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ്, വിശുദ്ധ യോഹന്നാൻ, വിശുദ്ധ തോമാസ് ശ്ലീഹായെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, സകല പുണ്യവാന്മാരെ, പുണ്യവതികളെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. ഈ പ്രഭാതത്തിൽ പിതാവായ ദൈവത്താൽ ആകർഷിക്കപ്പെടാനായിട്ട് വന്നവരെ, സകല പുണ്യവാന്മാരെ, സകല വിശുദ്ധരെ, ക്രവന്മാരെ, ശ്രാപ്യന്മാരെ, മുഖ്യദൂതന്മാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ
പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥരെ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. അതുപോലെ തന്നെ ബന്ധകരായിട്ടുള്ള എല്ലാ സകല വിശുദ്ധരെയും, ഈ ലോകത്തിൽ ഇപ്പോഴായിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ഞങ്ങളിതാ ആഗ്രഹത്തോടെ അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. കർത്താവിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകുവാൻ ഇനി ആരോടെങ്കിലും നാം മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമുണ്ടെങ്കിൽ അവരെല്ലാം ഓർത്ത് അവരോട് മധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്തു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും? എന്നു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും? അതിനുള്ള അർഹത എനിക്കില്ലല്ലോ മഹിയിൽ, അതിനൊത്ത ധനമൊന്നും കരുതലില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും മെനഞ്ഞു ഉള്ളവല്ലായ്മകൾ ഏറ്റെടുത്തു. ഉൾക്കരുത്തായി തൻ്റെ ആത്മാവിനെ നൽകി വഴികളിൽ വിളക്കായി എരിഞ്ഞു സ്വയം. എന്തു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും? ഒരു കടുകോളം ഉള്ളെൻ്റെ ജീവിതം അവിടുത്തെ സ്നേഹത്തിൻ കരയിൽ നിൽക്കേ. ഒരു കടുകോളം ഉള്ളെൻ്റെ ജീവിതം അവിടുത്തെ സ്നേഹത്തിൻ കരയിൽ നിൽക്കേ. എല്ലാം അറിയുമങ്ങ് മാറാക്കരുതലിൽ, എല്ലാം അറിയുമങ്ങ് മാറാക്കരുതലിൽ. ഭൂമിതൻ പൂഴി പോലെ ശൂന്യമായി ഞാൻ. എന്തു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും? ഒരു പുതുഗാനം ഉയരും ഞാനൂഴി അവിടുത്തെ ആത്മാവിൻ
ആത്മാവിൻ നിറവൊന്നിനാ ഒരു പുതുഗാനമായി ഉയരും ഞാനൂഴി അവിടുത്തെ ആത്മാവിൻ നിറവൊന്നിനാ ആരാരുമേകിടാത്തൊരുദ്ബോധനങ്ങളിൽ ആരാരുമേകിടാത്തൊരുദ്ബോധനങ്ങളിൽ മഞ്ഞിൻ സൗഗന്ധമായി മാറിയിടും നീവ എന്തു ഞാൻ പകരം തരും മഹേശ എങ്ങനെ സ്തുതി പാടിടും അതിനുള്ള അർഹത എനിക്കില്ലല്ലോ മഹിയിൽ അതിനൊത്ത ധനമൊന്നും കരുതലില്ല ഒന്നുമില്ലായ്മയിൽ നിന്നും മെനഞ്ഞു ഉള്ളവല്ലായ്മകൾ നേടുത്തു ഉൾക്കരുത്തായി തൻ്റെ ആത്മാവിനെ നൽകി വഴികളിൽ വിളക്കായി എരിഞ്ഞു സ്വയം എന്നു ഞാൻ പകരം തരും മഹേശ എങ്ങനെ സ്തുതി പാടിടും സമാപന ആശീർവാദം നമ്മൾ സ്വീകരിക്കുമ്പോൾ നാം ഈ ലോകത്തിലുള്ള നമ്മുടെ സഭയുടെ തലവനായ മാർപ്പാപ്പ നമുക്കറിയാം ശ്ലൈഹിക അധികാരത്തോടെ ഉള്ള വ്യക്തിയാണ്. ശ്ലൈഹിക പാരമ്പര്യത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന മാർപ്പാപ്പ ആ സ്ഥാനത്താണ് മാർപ്പാപ്പ ഇരിക്കുക. തീർച്ചയായും മാർപ്പാപ്പയുടെ ശ്ലൈഹിക അധികാരത്തോടെ നമുക്ക് നൽകപ്പെട്ട, പ്രത്യേകിച്ച് അവരിലൂടെ നൽകപ്പെട്ട ആ പൗരോഹിത്യത്തിലൂടെ നൽകപ്പെട്ട ആ ശ്ലൈഹിക അധികാരമാണ് പുരോഹിതന് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ശ്ലൈഹിക അധികാരത്തോടെ നൽകപ്പെടുന്ന ആശീർവാദമാണ് നാം ഇപ്പോൾ സ്വീകരിക്കാൻ പോവുക. നമുക്കതിനായി ഒരുങ്ങാം. പ്രത്യേകിച്ച് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന സകലരെയും ഓർത്തുകൊണ്ട്, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട്, അവരോട് ചേർന്ന് മാർപ്പാപ്പായോടും കർദിനാൾമാരോടും മെത്രാപ്പൊലീത്തമാരോടും മെത്രാന്മാരോടും വൈദികരോടും എല്ലാ ശ്രേഷ്ഠരോടും ചേർന്ന് നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം. അതിനായി ഒരുങ്ങാം. ഈ ദിവസം മുഴുവനും നമ്മെ കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ വലയത്തിലാക്കി തീർക്കുവാൻ, സംരക്ഷണത്തിൻ്റെ വലയം നമുക്കായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന ഈ നിമിഷം ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ ആശീർവാദം സ്വീകരിച്ച് ഈ പ്രഭാതത്തിലും ഈ ദിവസം മുഴുവനും എന്നെ നീ നയിക്കണമേ, നന്മയിൽ നയിക്കണമേ. ആകർഷിക്കപ്പെടുവാൻ, പിതാവിനാൽ ആകർഷിക്കപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുത്ത് ചേരുവാൻ, നിന്നെ കൂടുതൽ അടുത്തറിയുവാൻ, പഠിക്കുവാൻ എന്നെ യോഗ്യയാക്കണമേ എന്ന് നമുക്ക് എവിടെയായിരുന്നാലും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈ പ്രഭാത വിരുന്ന് എന്ന ഈ പ്രോഗ്രാം തീർച്ചയായും നിങ്ങൾ കാണുന്നുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട്. ഇനിയും മറ്റുള്ളവരെയും ഇതിലേക്ക് ആകർഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇന്നത്തെ വചനത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ അവരെയും മറ്റുള്ളവരെയും ഇതിലേക്ക് ആകർഷിക്കാനായിട്ട് നിങ്ങൾ പറയണം മറ്റുള്ളവരോട്. ഇങ്ങനെ ഒരു പ്രോഗ്രാമുണ്ട്, ഇങ്ങനെ ഒരു ചാനലുണ്ട്. ഇതിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് വളരെയധികം വചനം കേൾക്കാൻ സാധിക്കും. അതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതൽ ലഭിക്കും. അവരോട് പറയുക. തീർച്ചയായും നിങ്ങൾ കാണുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു, നന്ദിയോടെ ഓർക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മരിയം കൂടാരങ്ങളിലിരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയൊരു സമൂഹം നമുക്കുണ്ട്. 24 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, മാധ്യസ്ഥയാഴ്ച പ്രാർത്ഥിക്കേണ്ട പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലിരുന്ന് തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക. നിങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചാനലിന് വേണ്ടിയും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ പ്രഭാത വിരുന്നിന് സഹായിക്കുന്ന വളരെയധികം പേരുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വളരെയധികം പേരുണ്ട്. അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥയാഴ്ച പ്രാർത്ഥിക്കണമേ. അതുപോലെ തന്നെ മറ്റുള്ളവരെയും ഇത് അറിയിക്കുക. തീർച്ചയായും ഈ പ്രഭാതം നിങ്ങൾക്ക് കൂടുതൽ ശക്തി ദൈവം പ്രദാനം ചെയ്യട്ടെ. വലിയ സ്നേഹത്തിൻ്റെ തണൽ നിങ്ങൾ വളരട്ടെ. പ്രത്യേകിച്ച്
പിതാവായ ദൈവത്താൽ ആവശ്യിക്കപ്പെടട്ടെ, നന്മയിൽ വളരട്ടെ. എല്ലാവരും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നന്ദി.